അൾട്രാവയലറ്റ് രശ്മികൾ പ്രയോജനപ്പെടുത്തിയാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അൾട്രാവയലറ്റ് രശ്മികൾ പ്രയോജനപ്പെടുന്ന ഷഡ്പഥങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ മനുഷ്യന്റെ ഫ്രണ്ടൽ കോർട്ടെക്സ് വളരെ വിശാലമായി വളരെയധികം വിസ്തൃതിയുണ്ടായി മടക്കുകൾ കൂടി അതിന്റെ പവർ വർദ്ധിച്ചപ്പോൾ നമ്മളുടെ ശരാശരി സഹജമായ മസ്തിഷ്ക ബോധത്തിന് ഉപരിയായി സഞ്ചരിക്കാനായിട്ടുള്ള കഴിവ് അതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സിവിലൈസേഷന്റെ ചാലകശക്തി എന്ന് പറയുന്നത് സയൻസ് ആണ്. അതാണ് ഞാൻ പറയുന്നത് ഡിഫൻസ് സയൻസ്, ഡിഫൻസ് സിവിലൈസേഷൻ. അങ്ങനെയാണ് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികളെ കുറിച്ച് പഠിക്കാനും നമ്മൾ മൈക്രോവേവ് ആവലുകളിൽ മൈക്രോവേവ്സ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ എക്സ്റേ ഗാമ കഴിഞ്ഞുള്ള ഏറ്റവും ഊർജ്ജവും ഫ്രീക്വൻസി ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തതാണ് എക്സ്റേ. എക്സ്റേ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചപ്പോഴാണ്. അപ്പൊ നമ്മൾക്ക് ഉപരിയായിട്ടുള്ള യാഥാർത്ഥ്യത്തിന്റെ തലങ്ങളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് we are having a handshake with the areas of reality which were not known to us until then. That is we are doing in science. നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹം പറഞ്ഞു മൈക്ക് എന്താണ്, നിങ്ങൾക്ക് എന്താണ് യാഥാർത്ഥ്യം? എന്നെ സംബന്ധിച്ച് നിങ്ങൾ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് പരമമായ യാഥാർത്ഥ്യമാണെന്ന് വിളിച്ചു കൂറുന്ന ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അഹമന്നം 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 അഹമന്നാദോ അഹമന്നാദോ അഹമന്നാദോ. അന്നമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ തത്വമസി, തത്വത്തിന്റെ തത്വമസി, സാമവേദത്തിൽ അദ്ദേഹം പറഞ്ഞു തത്വമസി എന്ന് പറയുന്നത് ഉദാഹരണ സ്വതകേന്ദ്രത്തിൽ കൊടുക്കുന്ന നിർദ്ദേശം. എന്താ കാര്യം? കൃത്യമാണ് സത്യ ആത്മാവെന്നാണ് ഉദാഹരണം. ഉദാഹരണത്തിന് ഒരു ഭൗതികവാദി ഭാരതീയ വേദദർശനങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയും. യാജ്ഞവൽക്കൻ ആശയവാദത്തിന്റെ തമ്പുരാനായിരുന്നെങ്കിൽ ഉദാഹരൻ ഏറ്റവും വലിയ ഭൗതികവാദിയായി. അദ്ദേഹം ശരിയായത് കണ്ടെത്താനായി ഒരു മൺകട്ടയുടെ കരിയെ കുറിച്ചറിഞ്ഞാൽ ഈ മൺകട്ടയെ കുറിച്ചറിഞ്ഞു പറയുന്നത്. അദ്ദേഹം ആരോട് പറഞ്ഞു, നിന്റെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് ഗുരു 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 ഒരു സാധ്യതയാണ്, ഒരു പരിമിതി കൂടിയാണ്. ഇവിടെ മനസ്സിലാക്കണം, മനുഷ്യന്റെ മുന്നേറ്റങ്ങൾ മനസ്സിലാക്കണം. ഗുരു ഒരേ സമയം സാധ്യതയും പരിമിതികളും. രാമാനുജന്റെ കഥ അദ്ദേഹത്തിന് അറിയാമായിരിക്കും, തീർച്ചയായിട്ടും അറിയുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കറിയില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതാണ് ഞങ്ങളുടെ വ്യത്യാസം. രാമാനുജനെ കൊല്ലാനായിട്ട് ആളുകളുടെ അദ്ദേഹത്തിന്റെ ഗുരുവാണെന്നാണ് പറയുന്നത്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞ ഒരേ സമയം നമ്മളുടെ മനുഷ്യരാശിയുടെ പുരോഗതി നോക്കുമ്പോൾ ഗുരുക്കളെ വന്ദിച്ചു, അത് ലംഘിച്ചുമാണ് നമ്മളുടെ. അല്ലാതെ ഗുരു പറയുന്നത് വെട്ടിക്കിഴിഞ്ഞാൽ മനുഷ്യൻ ഒരടിമപ്പെട്ടു പോയില്ല. ഗുരുവിനെ വന്ദിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഗുരു അല്ല സത്യം. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് സത്യങ്ങൾ തമ്പുരാന്മാരും ഇല്ല. ഇവർ നിനക്കുള്ള ബോധം തന്നെയാണ് അവരുള്ളത് എന്ന് തിരിച്ചറിയലാണ്. യഥാർത്ഥ മനുഷ്യൻ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഇനി ഉദാഹരണ പറയുന്നുണ്ട്. ഓക്കെ, 2 മിനിറ്റ് മനസ്സിലാവും. വേറെ കുറെ സാധനം ആരുടെ പറയുന്നുണ്ട്. 16 ദിവസം ജലം മാത്രം കഴിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന സ്വതകേത് ഉദാഹരണത്തിലെന്ന് പറയുന്നത്. ഞാൻ 16 ദിവസം പട്ടിണി. എന്താ പറയുക, നിങ്ങൾക്ക് ഈ ശ്രുതികളെല്ലാം തിരിക്കാൻ പറയുന്നു. ഉദാഹരണം എനിക്ക് ഓർമ്മ വെക്കുന്നില്ല. അപ്പൊ പറയുന്നത് നീ പോയി ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്. ഉപനിഷത്ത് പറയുന്നത് ആഹാരം കഴിക്കണം. സ്വതകേത് പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചെന്ന് പറയുന്നു. ശ്രുതികളെല്ലാം മണിമണി പോലെ പറയുന്നു. ഇതിന്റെ 14 കലകളിൽ ഒന്ന് മാത്രം ജലം, അതിനെ ബാധിച്ചു വർക്കിയ ഒറ്റ കല മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിന്റെ 16 ബാക്കിയുള്ള കലകൾ കൂടി പ്രവർത്തിപ്പിക്കാൻ അന്നത്തിന് സാധിച്ചു എന്ന് പറയും. തത്വമസി എന്ന് പറയുന്നത് ഉദാലകന്റെ വൃത്തിയാണ്, കൃത്യതയാണ് അദ്ദേഹം. അത് എടുത്ത് മഹാവാക്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. മഹാവാക്യത്തിനകത്ത് ഏതോ ഇല്ല എന്നാണ് പറഞ്ഞത്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തോന്നുന്ന തങ്ങളുടെ സിദ്ധാന്തത്തിന് അനുകൂലമെന്ന് കാണുന്ന കുറെ വാക്യങ്ങൾ എടുത്ത് വെക്കുന്നവരെ മഹാവാക്യം എന്ന് വിളിക്കുന്നു. അതൊരു പേരിടൽ കർമ്മം മാത്രമാണ്. ഉപനിഷത്തിലെ എല്ലാ വരികൾക്കുമുള്ള സാങ്കത്യവും സാധുതയും മാത്രമേ ഈ വരികൾക്കുള്ളൂ. അത് തത്വമസി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി പൈലറ്റ് സമയമുണ്ടോ അറിയില്ല. പൈലറ്റ് ഒരു മിനിറ്റ് ഉണ്ട് സർ. നിങ്ങൾ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നിങ്ങളൊരു മൈക്രോ വേൾഡ് ഉണ്ട്, സൂക്ഷ്മതലം. മാക്രോ വേൾഡ് ഉണ്ട്, ഗാലക്സിയുള്ള സ്ഥലം. നമ്മളൊരു മിഡിൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ പേന നോക്കാം. ഇതൊരു പാർക്കർ പേനയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് തന്മാത്രകളുണ്ടാണ്. ഈ തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങളാണ്. ആറ്റങ്ങളുടെ പിന്നിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്.
ക്വാണ്ടം തലം. ആക്ച്വലി ഐ ആം ലുക്കിംഗ് അറ്റ് ക്വാണ്ടം ഫീൽഡ്. ഈ ക്വാണ്ടം ഫീൽഡിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എന്റെ സ്പീഷീസ് റിയാലിറ്റി പേനയാണ്. ഞാൻ ഇതിനെ ക്വാണ്ടം തലമായിട്ടല്ല കാണുന്നത്. എന്റെ ജഗത് സത്യം എന്ന് പറയുന്നത് ഇത് പേനയാണ്. സമയമില്ല, ബാക്കി താങ്ക് യു. ഇവിടെ ഉപനിഷത്ത് ദർശനത്തിന് പരമപ്രാമാണ്യം കൽപ്പിച്ച് ഉപനിഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ നിർവഹിച്ച് എല്ലാറ്റിലും പരമമായ പ്രമാണം ഉപനിഷത്ത് പ്രമാണമാണെന്ന് ബോധിപ്പിച്ച ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ ഉപനിഷത്ത് വിരുദ്ധനല്ല. ഇവിടെ സ്വയമാത്മാ ചതുഷ്പാത് എന്ന് പറഞ്ഞെടുത്ത് ആ ശ്രുതിവാക്യത്തെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ അല്ല ഭാഷ്യകാരൻ ചെയ്യുന്നത്. മറിച്ച് അത് എങ്ങനെ പഠിപ്പിച്ചു തരിക ചെയ്തത്, അതാണ് ഭാഷ്യം. അവിടെയാണ് കിം ഗവാനാമിവ, കിം ഗവാമിവ, പശുക്കളെ പോലെയാണോ? അല്ല, കർഷാവണം പോലെയാണെന്ന് പറഞ്ഞത്. അത് ശ്രുതിയെ ഉപനിഷത്തിനെ നിഷേധിക്കുകയല്ല, ഉപനിഷത്തിൽ എങ്ങനെയാണ് സ്വയമാത്മാ ചതുഷ്പാത് എന്ന് പറയുന്നത് എന്നുള്ളതിനെ വിശദീകരിച്ചു തരികയാണ് ചെയ്തത്. അതിനെ ഉപനിഷത്ത് നിഷേധമായിട്ട് എങ്ങനെ മാനിക്കും? രണ്ട്, സഹ ചതുഷ്പാത് എന്നല്ല പറഞ്ഞത്, സഹ അയമാത്മാ ചതുഷ്പാത്. സഹ എന്നുള്ളതിനെയും അയമാത്മ എന്നുള്ളതിനെയും സമാനാധികരണത്തിൽ പ്രയോഗിച്ചു. സമാനാധികരണ പ്രയോഗം കൊണ്ട് സിദ്ധമാകുന്നത് വ്യാകരണ നിയമം അനുസരിച്ച് ഏകത്വമാണ്. വ്യാകരണ ശാസ്ത്രത്തിനനുസരിച്ചാണ് ഇത് പഠിക്കുന്നത്. ഗുരുനാഥന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ സമാനാധികരണത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ഏകത്വത്തെ ബോധിപ്പിക്കണം. ഇപ്പൊ സഹ എന്നുള്ള തലത്തിൽ ചതുഷ്പാത്വം പറഞ്ഞിട്ടില്ല, അയമാത്മ എന്നുള്ള തലത്തിൽ ചതുഷ്പാത്വം പറഞ്ഞു. കാരണം ജീവനെ സംബന്ധിച്ച് ഞാനിവിടെ കടന്നു പോകുന്നതും അനുഭവിക്കുന്നതുമാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ. അതുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ കണ്ടറിയുന്ന, അനുഭവിക്കുന്ന, അതിലൂടെ കടന്നു പോകുന്ന ഞാൻ അതല്ല, അതിനും സാക്ഷിഭൂതനാണ്. അപ്പോൾ അതിനും സാക്ഷിഭൂതനായ തന്റെ സ്വരൂപം എന്ത്? അവിടെയാണ് ചതുഷ്പാത്വം സിദ്ധമാക്കുന്നത്. അത് തുരീയമാണ്. അല്ലാതെ അവിടേക്കും ഗവാമിവ എന്ന് പറഞ്ഞതിലൂടെ ഉപനിഷത്ത് വിരുദ്ധത ഭാഷ്യകാരനിൽ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കടന്ന പ്രയോഗമാണ്. രണ്ട്, ബൗദ്ധ ശബ്ദത്തിന് ബുദ്ധനെന്ന അർത്ഥമില്ല. ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യഭാഗം അവിടെ ബൗദ്ധ ശബ്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ബുദ്ധ ശബ്ദമല്ല. ആദ്യ വേണമെങ്കിൽ പുസ്തകം എടുത്ത് നോക്കാം, ആരുടെ കയ്യിലുണ്ടെന്ന് നോക്കിക്കോളൂ. ബൗദ്ധന് ബുദ്ധനെന്ന അർത്ഥമില്ല. അവിടെ സ്വാർത്ഥത്തിലല്ല അണു വിഹിതമായിട്ടുള്ളത്, അണു തസ്യാർത്ഥത്തിലാണ്. തസ്യ ഇതമിതി, തസ്യ അയമിതി എന്നുള്ള അർത്ഥത്തിലാണ് അണുപ്രത്യയം വരുന്നത്. ആ അണുപ്രത്യയം വരുമ്പോഴാണ് ബുദ്ധശബ്ദം ബൗദ്ധ ശബ്ദമാകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരിടത്ത് പോലും ബുദ്ധനെ വിമർശിക്കാത്ത ഭാഷ്യകാരൻ നിശിതമായി ഇവരൊക്കെ വേണോ തോന്നിപ്പോകും. അത്രയ്ക്കധികം നിശിതമായി ബൗദ്ധന്മാരെ വിമർശിച്ചിട്ടുണ്ട്. അത് ഭാഷയിൽ ഉടനീളം കാണാം. അത് ശൂന്യം എന്നുള്ളതും നാസ്തികവാദവും ഇതിനെയാണ്. ഈ ശൂന്യം എന്നുള്ളതും മിഥ്യ എന്നുള്ളതും ഒരിക്കലും ഒന്നല്ല. ദാർശനികന്മാർക്ക് ഒരുപാട് മേഖലകളിൽ സമാനത കാണും. അവരുടെ പ്രക്രിയാദശകളിൽ ഒരുപാട് സമാനതകൾ കാണും. ഗൗഡപാദാചാര്യരുടെ പ്രക്രിയകളും നാഗാർജുനന്റെ പ്രക്രിയകളും ഒക്കെ ഒരുപാട് സമാനം തന്നെയാണ്. ഇനി ഒന്നും പറയട്ടെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കാരണം എന്നുള്ളത് തനത് സ്വഭാവം, കാര്യത്തിന്റെ സ്വഭാവം കാരണത്തിൽ, അഥവാ കാരണത്തിന്റെ തനത് ഭാവം കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. അത് വേദാന്തമല്ല, സാഖ്യമാണ്. സത്കാര്യവാദം സാഖ്യമാണ്, അത് വേദാന്തമല്ല. അത് വളരെ ഭിന്നമാണ്. അപ്പൊ പ്രധാനമല്ലനായിട്ട് സാഖ്യനെയും ബൗദ്ധനെയും സ്വീകരിക്കുന്ന ഭാഷ്യകാരൻ എവിടെ എവിടെ അവരുടെ ആശയങ്ങൾ സ്വീകാര്യമായിട്ടുണ്ടോ അതിനെയൊക്കെ യാതൊരു മടിയും കൂടാതെ തുറന്ന് അറിയിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭഗവത്ഗീത ഭാഷ്യത്തിൽ ത്രിഗുണങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ
ഇത് സാഖ്യന്മാർ പറയുന്ന ആശയമാണ്, ഇത് നമുക്കും സ്വീകാര്യമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രധാനമല്ലനായിട്ട് ഒരാളെ ട്രീറ്റ് ചെയ്യുന്നതോടെ എല്ലാവർക്കും ശത്രുത്വമില്ല, വാദത്തിൽ ശത്രുത്വമില്ല, ഒരിക്കലും ശത്രുത്വമില്ല. ആശയത്തെയാണ് അവിടെ ഉയർത്തി കാണിക്കുന്നത്. ചിന്തിക്കുക. അതുപോലെ തന്നെ അവിദ്യയിൽ നിന്ന് മായ എന്നുള്ളത് അങ്ങേയറ്റ അബദ്ധവും. അത് ശങ്കര പദാവലികളുടെ ശരിക്കും ഗ്രഹിക്കാത്തത് കൊണ്ടുള്ളൊരു വിഷയമാണ്. മായ എന്നുള്ളത് പരമാത്മാവിന്റെ അഭിന്നവും അനന്യവുമായ ശക്തിയാണ്. അതിന്റെ മതഭേദമായിട്ടാണ് വിദ്യാമായയും അവിദ്യാവാദയും താമസി പ്രകൃതിയും വരുന്നത്. ഇവയിൽ നിന്നാണ് യഥാക്രമം ഈശ്വര ജീവ ജഗത് പ്രതിഭാസങ്ങളുടെ ഉദയം. ഇവയിൽ നിന്നാണ്. ഈ താമസികമാകയിൽ നിന്നാകുന്നു പഞ്ചഭൂതങ്ങളുടെ ഉത്പത്തിയും അവയുടെ ഗുണവിനിമയവും എല്ലാം സംഭവിക്കുന്നത്. പ്രപഞ്ചമെന്ന പ്രതിഭാസം എല്ലാം തന്നെ. അവിടെ പ്രപഞ്ചത്തെ അസത്യം ഒരക്ഷരം ഒരിടത്തും ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല, മിഥ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭാഷ്യകാരൻ ബോധിപ്പിച്ചതുപോലെയുള്ള അദ്വൈത ദർശനത്തെ ഉപനിഷത്തിൽ നിന്ന് കടന്നെടുക്കുമ്പോൾ അഥവാ കടഞ്ഞെടുക്കുമ്പോൾ, ഇവിടെ കടഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞത് വയസ്സി ഘൃതമിവ എന്നും ദിനേഷു തൈലവത് എന്നും വേദത്തിൽ വേദാന്തത്തെ കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ്. ദിനേഷു തൈലവത്, എള്ളുകണങ്ങളിൽ എണ്ണ എന്ന പോലെയാണ് വേദത്തിൽ വേദാന്തം ഇരിക്കുന്നത്. ഇതിന് സംഹിതയിൽ നിന്നൊരു ഉദ്ധരണി പറഞ്ഞതാണ്. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ തന്റെ ഭാഷ്യത്തിൽ ആവർത്തിച്ചിട്ടുള്ള ഋഗ്വേദ സംഹിതയിലെ ഉദ്ധരണിയാണ്. മാത്രവുമല്ല, പലരും മനസ്സിലാക്കുന്നത് പോലെ മായാശബ്ദം ഭഗവാൻ ഭാഷ്യകാരന്റെ സൃഷ്ടിയല്ല എന്ന് കാണിക്കാനും ഈ സംഹിത മന്ത്രം ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ, പടവേദം ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ എന്നുള്ള മന്ത്രത്തിൽ സംഹിതയിൽ മായാശബ്ദം വിനിയോഗിച്ചിട്ടുണ്ട്. പരമാത്മാ സ്വശക്തിയ മായയ പുരുരൂപഃ വർദ്ധിതരൂപഃ ഈയതേ. ഏകവും അദ്വിതീയവുമായ പരമാത്മതത്വം മായാശക്തിയാൽ അനന്യശക്തിയാൽ വിവിധാകാരത്തിൽ പ്രഭാസിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വേദാന്ത ദർശനം സകല പ്രാതിഭാസികവും വ്യാവഹാരികവുമായ തലങ്ങളെ അതിന്റെ തലത്തിൽ സ്വീകരിക്കുന്നു, നിരസിക്കല്ല. അതുകൊണ്ടാണല്ലോ അദ്വൈതം എന്നൊരു ശബ്ദം വെച്ചത്. അല്ലെങ്കിൽ ഏകം എന്ന് വെച്ചാൽ പോലെയിരുന്നു, ഐക്യം എന്ന് വെച്ചാൽ പോലെയിരുന്നു. ചില ഇംഗ്ലീഷുകാർ തർജ്ജമ ചെയ്യാറുണ്ട് മോണിസം എന്ന്. സമ്പ്രദായ ശുദ്ധിയോടുകൂടി മോണിസം തർജ്ജമ ചെയ്യാൻ പറ്റില്ല, നോൺ ഡ്യുവാലിസം തന്നെ തർജ്ജമ ചെയ്യാൻ പറ്റും. കാരണം പ്രതീതമായ ദ്വൈതത്തെ ദ്വൈതതലത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ദ്വൈതതലത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ചർച്ച ഉണ്ടാവും, എങ്ങനെ ഗുരു ശിഷ്യന് ഉപദേശം ഉണ്ടാവും, എങ്ങനെ വ്യവഹാരങ്ങൾ ഉണ്ടാവും? എന്നിട്ട് പ്രതീതമായ തലത്തിൽ വ്യാവഹാരികവും പ്രാതിഭാസികവുമായ തലത്തിൽ അംഗീകരിച്ച ദ്വൈതത്തെ പരമാർത്ഥ തത്വ നിരൂപണം കൊണ്ട് ആത്യന്തികമായി സത്ത് മാത്രം, ആത്യന്തികമായി വ്യാവഹാരികമായി സത്ത് മാത്രം എന്ന് പറഞ്ഞില്ല, പ്രാതിഭാസികമായി സത്ത് മാത്രം എന്ന് പറഞ്ഞില്ല, ഇതെല്ലാമായി പ്രഭാസിക്കുന്നത് ഏകമായ അദ്വിതീയമായ സത്യത്തിന്റെ പ്രകടീകൃത ഭാവങ്ങളാണ്. ഇതാണ് ആചാര്യൻ ആവർത്തിച്ച് പറഞ്ഞത്. ഇതിനുള്ള ഏകമായ സോഴ്സ് ഉപനിഷത്താണ്. ഉപനിഷത്തിന്റെ സോഴ്സ് ആകട്ടെ യാതൊരു സംശയമില്ല, അത് വേദത്തിന്റെ താല്പര്യ നിർണയമായതുകൊണ്ട് വേദവുമാണ്. അതുകൊണ്ട് വൈദികമാണ് ശങ്കര ദർശനം. അത് ശ്രുതി യുക്തി അനുഭവ തലത്തിൽ നിലകൊള്ളുന്നതുമാണ്. അടുത്ത 10 മിനിറ്റ് ഇനി, അതിനുശേഷം 10 മിനിറ്റ് സ്വാഗതം. അതിനിടയിൽ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, ഈ ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംവാദകരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഇത്തവണ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ചോദ്യം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി വേദിയിലേക്ക് വരിക. ഞങ്ങളുടെ സംഘാടക സുഹൃത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ ശേഖരിക്കേണ്ടത്. അടുത്ത 10 മിനിറ്റ് നമുക്ക് 2 ചോദ്യങ്ങളുടെ ശരാശരി എടുക്കാം. അതിനുശേഷം റൗണ്ട് കഴിയുമ്പോൾ ആകെ 2 മണിക്കൂറാണ് മറ്റൊരു അനുവദിച്ചത്. 2 വീതം നമുക്ക് തോന്നും. അതിലേക്ക് അവരുടെ ഏതാണ് പറയുന്നത് നമുക്ക് കിട്ടും.
തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നത് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു. വേദാന്തത്തിന്റെ അടിസ്ഥാനം സാധന ചർച്ച. ഇപ്പൊ വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തിന്റെ ഒരു സാധനം എല്ലാത്തിനും പഠിക്കാൻ പറ്റുന്നത് സാധന ചർച്ചയെ നിത്യാനിത്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിനെ പഠിപ്പിക്കുള്ളൂ. ദമം ശമം തുടങ്ങിയുള്ള സാധനങ്ങൾ സമ്പാദിച്ചിരിക്കണം. പലേശം കൂടാതെ കർമ്മം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. മുമുക്ഷുവായിരിക്കണം. മോക്ഷം താല്പര്യമുള്ളതായിരിക്കണം. മോക്ഷം താല്പര്യമുള്ളതായിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഒരു സാധനങ്ങളിൽ. എന്നിട്ട് ശ്രവണം, മനനം, നിധിധ്യാസനം. കാരണം ആദ്യം ശ്രമിക്കുക, പിന്നെ മനനം ചെയ്യുക, പിന്നീട് നിങ്ങൾ ഏകത്വത്തിൽ നിധിധ്യാസനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്കാത്മവിശ്വാസം. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക. എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ കണ്ടെത്തുന്നതല്ല. അതാണ് ഇത് സയൻസിന്റെ വഴിയോ അന്വേഷണത്തിന്റെ വഴിയല്ല. മൂന്നാമത്തതില് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ ഇവിടെ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് എത്ര കാറുകൾ ഉണ്ടായിരുന്നു. ഞാൻ കാറുകളൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ ആളുകളെയാണ് ശ്രദ്ധിച്ചത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഡേറ്റകളും എടുക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ എടുക്കും. നമുക്ക് ആവശ്യമുള്ള ഡേറ്റയിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ പ്രത്യേകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്തിച്ചേരാൻ കഴിയും. അതിനെയൊന്നും സയൻസ് ഒന്നും വിളിക്കത്തില്ല. അതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ മാത്രമേ വിളിക്കത്തുള്ളൂ. ഇനി നമ്മൾ അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ശങ്കര വേദാന്തം മോക്ഷം അടുത്ത ജന്മം ഒരു സാധനം ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ കൊടുക്കും, ഇവിടെ തന്നെ പാസ്പോർട്ട് അടിച്ചു കൊടുക്കും. സംഗതി സന്തോഷം യുദ്ധാനം എന്ന് പറയുന്നത് ഇവിടെ തന്നെ നിങ്ങൾ എനിക്ക് അറിവുണ്ട്. എന്താ അറിവിന്റെ അർത്ഥം? എനിക്കറിയാം ജീവാത്മാവും എക്സ് പരമാത്മാവും വൈ രണ്ടും ഒന്നാണ്, അവിദ്യയാണ് എന്നാണ്. അവിദ്യയുടെ കാര്യം ഞങ്ങൾ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു. മായ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അഭിന്ന ഭാവമാണ്. ബ്രഹ്മം സത്യം, ബ്രഹ്മത്തിന്റെ അഭിന്നമായ മായ സത്യം. സത്യമായ ഒന്ന് നിങ്ങളുടെ ജഗത്തുണ്ട് എന്ന് കാണിക്കുന്നു. തീർന്നില്ല അദ്വൈതം വെടി. അടുത്ത ഞാൻ പറഞ്ഞതിലേക്ക് വീണ്ടും തിരിച്ചത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? എനിക്ക് അറിവുണ്ട്. ഓക്കെ, ധോണി പറഞ്ഞ എനിക്ക് ബോധ്യമുണ്ട്. ജീവാത്മാ പരമാത്മാ ഐക്യമുണ്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. നീ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. No, I know and I understand, but I don't believe. That means ഞാൻ ജീവൻ മുക്തനായി. ഞാൻ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞ ദിവസം വായിച്ചു മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ്. ഞാൻ എടുക്കുന്നില്ല, സാധനം എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ജീവൻ മുക്തനായി. യുദ്ധാനം എന്ന് പറഞ്ഞ അവസ്ഥയിൽ 2 രീതി താമസിക്കാൻ തുടങ്ങി. ഒന്ന് സമാധി വരെ ഇങ്ങനെ കാത്തിങ്ങനെ ഈ സമാധി സ്വയം സമാധി ആയാൽ ജീവൻ മുക്തനായി കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ വ്യാവഹാരിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കാമെന്ന് പറയുന്നത്. പ്രാരാബ്ദം ബാക്കിയിരിക്കുക. പ്രാരാബ്ദം, ആഗമിക, സഞ്ചിത കർമ്മഫലം, ഇങ്ങനെ 3 ഫലങ്ങളുണ്ട്. അതിന് പ്രാരാബ്ദം ഈ ജന്മത്തേക്കുള്ള സഞ്ചിത ഫലത്തിൽ ഈ ജന്മത്തേക്ക് ബാക്കിയിരിക്കുന്ന ഭാഗമില്ല, തീർന്നിട്ട് പോകാം. അപ്പൊ അതിന് ജീവൻ മുക്തന്മാരുണ്ടായിരിക്കും. ഞാനും ഒരു ജീവൻ മുക്തനാണ്. ഞാനിത് അറിഞ്ഞിട്ടുള്ള ആളാണ്. ഇത്രയേ ഉള്ളൂ. ഇത്ര ബാലിശമാണ്. നിങ്ങൾ യുക്തിയാധിഷ്ഠിതമായിട്ട് തർക്കിക്കുകയാണെങ്കിൽ ജീവാത്മാ ബ്രഹ്മാത്മാ ഐക്യം അറിഞ്ഞാൽ ജീവൻ മുക്തനാണ്. അയാൾ വിശ്വസിക്കുന്ന ആളല്ല. വിശ്വാസം, അതാണ് ഞാൻ പറഞ്ഞത്. അദ്വൈതം എന്ന് പറയുന്നത് 916 അന്ധവിശ്വാസമാണ്. അയാൾ വിശ്വസിക്കണം. ഇനി അദ്ദേഹം പറഞ്ഞ ത്രിഗുണം ഗീതാഭാഷ്യത്തില് ഭഗവാൻ ശങ്കരൻ, അദ്ദേഹം ഭഗവാൻ മാന്യം തിരിച്ചു പറഞ്ഞത് 2ാമത് കൃഷ്ണനാണെന്ന്. ഓക്കെ, വെക്കാം. ത്രിഗുണം ഞങ്ങളുടെ സാങ്കേതിൽ നിന്ന് എടുത്തിരിക്കുന്നത് ശങ്കരൻ പറഞ്ഞു. ശങ്കരൻ പിന്നെ എന്തോ വേണം? ത്രിഗുണം സാങ്കേതിന്റെ ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ലോകപ്രസിദ്ധമായ കാര്യമല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഔദാര്യമാണോ? ഗതികേടാണോ?
ന്യൂട്ടൺ സാങ്കേതികത്തിന്റെ സിദ്ധാന്തമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ശങ്കരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു മഹത്തായ സ്റ്റേറ്റ്മെന്റ് ആണോ? എനിക്കറിയില്ല. ഇനി സത്കാര്യമാണ് വിവർത്തനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടുത്തെ വിട്ട് വേറൊരു കാര്യം കൂടുതൽ കമ്പലിംഗ് റീസൺസ് വന്നുകൊണ്ടായി ഷിഫ്റ്റിംഗ് ഫോർ എ വൈൽ. സോറി ഫോർ ദാറ്റ്. സത്കാര്യവാദം സത്കാരണവാദം യഥാർത്ഥത്തില് അദ്വൈത വേദാന്തം സത്കാരണവാദമാണ്. ബ്രഹ്മം പരിണമിക്കുന്നില്ല, അപ്പൊ സാധനം ആദ്യമേ ഉണ്ട്. അതുകൊണ്ട് കാരണമാണ് അവിടെ പരിണമിക്കുന്നത്, കാര്യം പരിണമിക്കുന്നത്. അഥവാ അത് സത്കാര്യവാദം സത്കാരണവാദമല്ല. ടെക്നിക്കലി യു ആർ നോട്ട് റൈറ്റ്. ഞാൻ ആ സ്റ്റീലിലേക്ക് ആ പേനയിലേക്ക് വന്നത് അത് വളരെ ഇദ്ദേഹം പറഞ്ഞു പൈലറ്റ്. പൈലറ്റിലെ നമ്മൾ വിമാനത്തിൽ എത്ര മിനിറ്റ്സ്? 4 minutes. താങ്ക് യു. വെരി ഗുഡ്. നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ പൈലറ്റിനെ വിശ്വസിക്കുന്നു, അന്ധവിശ്വാസമില്ല. കാറിൽ കയറുമ്പോൾ ടാക്സി ഡ്രൈവറെ വിശ്വസിക്കുന്നു, അന്ധവിശ്വാസം. എന്താ അന്ധവിശ്വാസമാണ്? വിശ്വാസം എന്താണ്? പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണ് അന്ധവിശ്വാസം? വ്യാവഹാരിക ധാരണയുണ്ട്. വ്യാവഹാരിക സത്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്താണ് അന്ധവിശ്വാസം? ഞങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞു, നമ്മൾക്ക് അന്ധമായ വേണ്ടത്ര തെളിവില്ലാത്ത യുക്തിക്കിണങ്ങാത്ത വിശ്വാസങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ അവയിൽ ചിലത് വ്യക്തിയുടെ വികാസത്തിനും അവന്റെ അതിജീവനത്തിനും ദൂഷ്യമായി തീരുമ്പോൾ, സമൂഹത്തിന്റെ അതിജീവനത്തിനും വികാസത്തിനും ദൂഷ്യമായി തീരുമ്പോൾ, അവരെ ദോഷമായി തീരുമ്പോൾ, ആ അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിച്ച് എതിർക്കാനും പരിഗണിക്കാനും ശ്രമിക്കുന്നത്. അല്ലാതെ എല്ലാ അന്ധവിശ്വാസങ്ങളെ പുറകെ പോകല്ല. ഇപ്പൊ യുറാനസിന് സൂര്യനെ കാണുമ്പോൾ നിമിഷ്ടം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. തെളിവൊന്നുമില്ല, നമ്മൾ വിട്ടേക്കും. അയാളുടെ വിശ്വാസം അതിന്റെ ഇവിടെ പ്രശ്നമില്ല, കമ്പൊന്നും കിട്ടില്ല. അന്ധവിശ്വാസം സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. വിശ്വാസികളെല്ലാം അന്ധമാണ്, അന്ധതയാണ് അടിസ്ഥാനം. തെളിവില്ല, റീസൺ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അന്ധവിശ്വാസം ആയിട്ട് അതിനെ എടുക്കാറില്ല. അതിന് വ്യാവഹാരിക തലമുണ്ട്. അദ്വൈതം എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം എന്ന് ഞാൻ വിളിച്ചത് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്വൈതം ഭാരതത്തിന് ഒരു ഭാരമായിരുന്നു. തറതൊടാത്ത വാദങ്ങൾ, യാഥാർത്ഥ്യത്തിനെയും വൈമനസ്യത്തോടെയും വിമുഖതയോടും അഡ്രസ് ചെയ്യുന്ന വാദങ്ങൾ, കർമ്മണ്ണനെ നശിപ്പിക്കുന്ന വാദങ്ങൾ, മനുഷ്യന്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന വാദങ്ങൾ, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയത് സാമൂഹ്യമായും വ്യക്തിപരമായും. ഞാൻ ഈ അവസാനം വ്യക്തിപരമായി ഇങ്ങനെ ഓർമ്മ അത് അദ്വൈതവാദിക്ക് അവസാനം എത്തിച്ചേരാൻ കഴിയുന്ന ഘട്ടം ഏതാണ്? ജീവൻ മുക്തൻ. ജീവൻ മുക്തനായി കഴിഞ്ഞാൽ എന്താണ്? അദ്വൈതവാദി സാധനങ്ങൾക്കും ഗുരുവിനോടൊക്കെ പഠിച്ചതിന് ശേഷം ഇതെല്ലാം എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ പരപരമായി ജയിച്ചു. Then what? That's my principal question. Then what? എന്താ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞു ജയിക്കുമെന്ന് വേണം. വിലയെ പ്രാപിച്ചു എന്നുള്ളത് അതേ എഴുതട്ടെ. വിലയെ പ്രാപിച്ചു എന്ന് എഴുതുന്നവരുണ്ട്. ഇപ്പൊ പദങ്ങളിലൊക്കെയുള്ള കളിയാണ്, സെമാന്റിക് ക്ലാസ്. പക്ഷേ നിങ്ങൾ ബ്രഹ്മമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ ബ്രഹ്മം സാക്ഷാത്കരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത്? ഒരു മനുഷ്യൻ ജീവനൊരു അർത്ഥമൊക്കെ ഉണ്ടല്ലോ. അർത്ഥം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതൊരു സാധ്യതയാണ്, അവസരമാണ്. നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു, പിന്നെ എന്ത്? ഇതെനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ താല്പര്യമില്ല. എന്നിട്ട് വേണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ. താങ്ക് യു. ചോദ്യങ്ങൾ എഴുതി തരുമ്പോൾ ആരോടാണ് ചോദ്യങ്ങൾ എന്ന് കൂടി സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. അടുത്ത 10 മിനിറ്റ് ശേഷം അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് അബ്ദുൽ കലാം ആസാദ് വേദാന്തത്തെ സയൻസുമായി ഒരുമിപ്പിച്ചു അല്ലെങ്കിൽ ഐക്യം കണ്ടെത്തി. അതാണ് ഇതെന്ന് അദ്ദേഹത്തിന് തോന്നി. അതാണ് ഇതെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിദ്യ. അബ്ദുൽ കലാം ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. ബഹുമാനിക്കുന്നത് നല്ലൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ BJP ചെയ്ത ഏറ്റവും നല്ല കാര്യം അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയതാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശാസ്ത്ര ചിത്തബുദ്ധി അല്ലെങ്കിൽ ശാസ്ത്ര മനോബുദ്ധി എന്ന് പറയുന്നത് നല്ലതായിരുന്നില്ല എന്നും കൂടി ഞാൻ കരുതുന്നു. You can be a scientist. ഇപ്പോ മുംബൈ റോക്കറ്റ് വരുമ്പോ ചാലയിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ. They are scientists, they are doing it.
എത്ര ആദ്യങ്ങളുടെ മുന്നിൽ കമിഴ്ന്നടിച്ച് മരുന്നടിച്ച് വീണിട്ടുള്ള വ്യക്തിയാണ് അബ്ദുൽ കലാം ആസാദ്. ഞാൻ അദ്ദേഹത്തിന് ഒരു വശത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞു. നിങ്ങൾ വ്യക്തിയെ സ്നേഹിക്കുന്നവർ, ഞാൻ ആശയം അദ്ദേഹത്തെ വ്യക്തി നിലയിൽ എന്റെ മാനിക്കും. നിങ്ങൾ ആരെയും വികാരം പുറപ്പെടേണ്ട കാര്യം, നല്ല മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തെ ശാസ്ത്രീയ മനോവൃത്തിയില്ല. അദ്ദേഹം ഒരു സയൻസ് മൈൻഡ് ഓഫ് ബീയിങ് എ സയന്റിസ്റ്റ്. You're smoking at science and scientific temper. അതാണ് പ്രശ്നം. അദ്ദേഹം ചോദ്യങ്ങൾ കളക്ട് ചെയ്യും. ഞാൻ സംഘാടക സുഹൃത്തിനെ കളക്ട് ചെയ്യും. ദയവ് ചെയ്ത് കൈ ചോദ്യങ്ങളുള്ളവർ ദയവ് ചെയ്തിട്ട് കൈ ഉയർത്തിയാൽ സംഘാടക സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കളക്ട് ചെയ്ത് വരെ കൈ സൂചിപ്പിക്കും. കണ്ടെപ്പെടാൻ വേണ്ടി സ്വാമിയുടെ 10 മിനിറ്റാണ്. 10 മിനിറ്റ് സ്വാമി ഭാഷണം നടത്തിയതിനു ശേഷം നമ്മൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സ്വാമി. ഇവിടെ ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുക, അബ്രഹ്മം ബ്രഹ്മമായി ഭവിക്കുകയല്ല. അബ്രഹ്മമായിരുന്ന എന്തോ ഒരു സാധനം ബ്രഹ്മം എന്ന മറ്റെന്തോ ഒരു സാധനമായിട്ട് മാറുക. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ സ്പഷ്ടമായി പറഞ്ഞില്ല. മറിച്ച് തൻ്റെ സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപമാണ്. ശാസ്ത്രത്തിൽ ബ്രഹ്മലക്ഷണം പരമാത്മലക്ഷണം സച്ചിദാനന്ദമെന്ന് പറയപ്പെട്ടിട്ടുള്ളത്. ശാസ്ത്രത്തിൽ സച്ചിദാനന്ദം എന്ന് പറയപ്പെട്ട ബ്രഹ്മം തൻ്റെ നിരൂപണത്തിൽ തൻ്റെ യുക്തി വിചാരത്തിൽ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ, നിധിധ്യാസം എന്നാൽ ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അതാണെന്ന് ഭാവന ചെയ്യലല്ല, ഒരു ഭാവനയാണ്. അതിന് പ്രക്രിയകളാണ്. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ ശ്രവണ മനനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഏകാത്മം പ്രത്യയമാണ്. ആ ഏകാത്മബോധമാണ്. അത് സങ്കല്പമല്ല. സങ്കല്പങ്ങളും വികല്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മനന തലത്തിലാണ്. നിധിധ്യാസ തലത്തിൽ മനന തലമല്ല, ഭിന്നമാണ്. ആ ഏകാത്മ പ്രത്യയത്തിൽ ശാസ്ത്രം പ്രതിപാദിക്കുന്ന, വേദാന്തം പ്രതിപാദിക്കുന്ന യാതൊരു സച്ചിദാനന്ദ ലക്ഷണമായ ബ്രഹ്മമുണ്ടോ സർവാധിഷ്ഠാനമായി, അത് തന്നെയാണ് ശരീര ഇന്ദ്രിയ പ്രാണ മനോ ബുദ്ധികളാകുന്ന തലങ്ങളെ വിചാരത്തിലൂടെ അതിക്രമിച്ചപ്പോൾ എൻ്റെ സ്വസ്വരൂപം എന്ന് ഞാൻ ബോധിക്കുകയാണ്. ഞാൻ പഞ്ചഭൗതികമായ ദേഹമാണെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ ആനന്ദ സ്വരൂപമായ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാഞ്ചഭൗതികമായ ദേഹാംഗങ്ങളെ ഉപേക്ഷിച്ചു നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കൈ മുറിച്ചു മാറ്റിയും കാല് മുറിച്ചു മാറ്റിയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപാധികളൊക്കെ നീക്കം ചെയ്ത് ഉപാധികൾക്കൊക്കെ അപ്പുറത്തുള്ള പരമമായ സത്യസ്വരൂപത്തിലേക്കുള്ള അന്വേഷണം ഈ വക വിചാരങ്ങളിലൂടെ ആരംഭിക്കുന്നു. അവിടെ ബ്രഹ്മമല്ലാത്ത എന്നൊരു വസ്തു ബ്രഹ്മം എന്ന മറ്റൊരു വസ്തു ആവുകയല്ല, സ്വന്തം സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് സാക്ഷാത്കരിക്കുന്ന വിജ്ഞാനിയുടെ ദശയാണ് ബ്രഹ്മസാക്ഷാത്കാരം. ആ ബ്രഹ്മസാക്ഷാത്കാരമാണ് ഈ ലോകത്തിൻ്റെ ഭൗതികമായി ലൗകികമായി ഈ ലോകത്ത് ജീവിക്കുന്ന വിജ്ഞാനികളുടെ സ്വരൂപസ്ഥിതി. അവർ ഒരിക്കലും ലോകത്തിന് ഭാരമായിട്ടില്ല. അവർ ഒരിക്കലും അകർമ്മണ്യതയെ ഉപദേശിച്ചിട്ടില്ല. അവർ ലോകത്തിന് വെളിച്ചം നൽകിയിട്ടേ ഉള്ളൂ, ലോകത്തിന് ശാന്തിയെ നൽകിയിട്ടേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രഥമമായി ഇച്ഛിക്കുന്ന ശാന്തിയും സമാധാനവും നൽകിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരിടത്തും അദ്വൈതികൾ ഈ സ്വരൂപ സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന മഹാന്മാര് ലോകത്തിന് ഭാരമായിട്ടില്ല. അസാധ്യമാണ്. പിന്നെ